പയ്യൻ വീടിന്റെ ടെറസിലിരുന്ന് മ്യൂസിക് കേൾക്കുകയായിരുന്നു. അപ്പോഴാണ് വാ പൊത്തിപ്പിടിച്ച് ശബ്ദമുണ്ടാകാതെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരുത്തൻ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനെ കണ്ടതും കള്ളനാണെന്ന് വിചാരിച്ച് ഇവൻ വിളിച്ചുകൂവി. അവന്റെ കൂവൽ കേട്ട് അച്ഛനും അമ്മയും താഴെ താമസിക്കുന്ന ഒരു കുടുംബവും മുകളിലേക്ക് ഓടി വന്നു. അവർ ആ പയ്യനെ പിടിച്ചുവെച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പൂട്ടിയ ഗേറ്റ് കടന്ന് നീ എങ്ങനെയാണ് അകത്തേക്ക് കടന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ആ പെണ്ണിനെ നോക്കി. ഒന്നും പറയല്ലേ എന്ന് അവൾ തലയാട്ടി. ചോദ്യങ്ങൾക്കൊന്നും അവൻ മറുപടി പറയാതിരുന്നപ്പോൾ മറ്റവൻ അവന്റെ ഫോൺ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ലാസ്റ്റ് വിളിച്ച നമ്പർ നോക്കിയപ്പോൾ വൈഫ് എന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ടു. ആ നമ്പറിലേക്ക് അയാൾ വിളിക്കാൻ പറഞ്ഞതും ആ പയ്യൻ വേണ്ട വേണ്ട എന്ന് കെഞ്ചാൻ തുടങ്ങി. അവളും ഭയങ്കര ടെൻഷനായി. അവൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ ആരംഭിച്ചതും അവൾ തന്റെ ഫോൺ സൈലന്റ് ആക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ആകുന്നുണ്ടായിരുന്നില്ല. ഏത് നിമിഷവും താൻ പിടിക്കപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ ഫോൺ റിംഗ് ചെയ്തതും കോൾ എടുത്തത് വേറൊരു പെണ്ണായിരുന്നു. ആ പെണ്ണിന്റെ ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. കാരണം അത് അവളുടെ കൂട്ടുകാരിയുടെ ശബ്ദമായിരുന്നു. ഇവൻ ഒരേ സമയം അവളെയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതോടെ അവന്റെ കരണം നോക്കിയൊന്ന് കൊടുത്ത് ഞാനുള്ളപ്പോൾ അവളുമായി ഉണ്ടാക്കാൻ നിനക്ക് നാണമുണ്ടോടാ എന്നവൾ ചോദിച്ചു. പക്ഷെ പിന്നീടാണ് തന്റെ അച്ഛനും അമ്മയും അടുത്തു നിൽക്കുന്ന കാര്യം അവൾ ശ്രദ്ധിച്ചത്. ഇവനൊരു കള്ളനല്ലെന്നും വെറും ഒരു നാറിയാണെന്നും ഞാൻ വിളിച്ചതുകൊണ്ടാണ് ഇവൻ വന്നതെന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. നട്ടപ്പായരയ്ക്ക് കിട്ടിയ മകളുടെ സർപ്രൈസ് കണ്ട് ആ അച്ഛൻ ഏത് നേരത്താണാവോ ഇവളെയൊക്കെ എന്നും ചിന്തിച്ച് താഴേക്കിറങ്ങിപ്പോയി.